ഈ അടൂർ പ്രകാശ് MP ആയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ലോക്സഭാ മണ്ഡലത്തിലെ ഒരു പ്രജ എന്നുള്ള നിലയ്ക്കാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വിളിച്ചപ്പോൾ പോയെന്നാണ് പറഞ്ഞത്. അത് 2019 ശേഷം. ഞാൻ പറയട്ടെ, എനിക്ക് കാര്യത്തെക്കുറിച്ച് ധാരണയുണ്ട്. ഞാൻ പറയാൻ പോകുന്നതിനെ കുറിച്ച്. അടൂർ പ്രകാശിനെ അവിടെ കയറ്റത്തില്ല. കാര്യം കരുണാകരനെ കയറ്റാത്തടത്താണ് അടൂർ പ്രകാശിനെ കയറ്റുന്നത്. അടൂർ പ്രകാശ് എന്ന് പറഞ്ഞ UDFന്റെ ചെയർപേഴ്സണായി അല്ലെങ്കിൽ ചെയർമാനായിട്ടിരിക്കുന്നു എന്നുള്ളതല്ല. അടൂർ പ്രകാശ് ഒക്കെ ഡൽഹി ചെന്ന അടൂർ പ്രകാശിനെ ആർക്കും അറിയത്തുപോലുമില്ല. സോണിയാഗാന്ധിക്ക് അറിയാവുന്ന തന്നെ എനിക്ക് സംശയമാണ്. അപ്പൊ അടൂർ പ്രകാശ് ഇവിടെ ഒരു വലിയ സംഭവമായിട്ട് അങ്ങോട്ട് കളിക്കുന്നു എന്നുള്ളതല്ലാതെ അടൂർ പ്രകാശ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പോറ്റിയുടെ കൂട്ടത്തിലാണ് പോയത്. അടൂർ പ്രകാശ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അതാണ്. അത് വിശ്വസിച്ചാൽ പോറ്റിയുടെ കൂട്ടത്തിൽ അടൂർ പ്രകാശ് പോകണമെങ്കിൽ അപ്പൊ അടൂർ പ്രകാശിനെക്കാട്ടിലും ശക്തിയുള്ള ആളാണ് പോറ്റി സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ. അപ്പൊ ഏത് രീതിയിലാണ്? എനിക്ക് ഒറ്റ കാര്യം അറിഞ്ഞാൽ മതി. അത് ഞാൻ സ്വർണ്ണക്കടത്തുമായിട്ടോ അല്ലെങ്കിൽ ഒന്നുമായിട്ട് ഞാൻ ബന്ധപ്പെടുന്നില്ല. ആരാണ് ഈ പറയുന്ന അപ്പോയിന്റ്മെന്റ് എടുത്തു കൊടുത്തത്? സോണിയാഗാന്ധിയെ 10 ജൻപത്തിൽ പ്രധാനമന്ത്രിയെക്കാട്ടിലും ശക്തമായിരുന്ന ഒരു ഓഫീസ് നോക്കൂ. അതിനനുസരിച്ചാണ് ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ എന്നുള്ള ഒരു പുസ്തകം സഞ്ജയ് ബാരു എഴുതുകയും അത് വലിയൊരു വിഷയമാകും. കാര്യം ഫയലുകൾ പോലും 10 ജൻപത്തിൽ തീരുമാനമെടുക്കുന്ന ഒരു കാലത്തെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. അങ്ങനെ ഒരു സ്ഥലത്തേക്ക് ഈ പോച്ചിക്ക് എങ്ങനെ ചെല്ലാൻ പറ്റി? ആരാണ് അപ്പോയിന്റ്മെന്റ് എടുത്തത്? എങ്ങനെയാണ് കൊടുത്തത്? എന്ത് പർപ്പസിനാണ് വിസിറ്റ് ചെയ്തത്? അത് പറഞ്ഞാൽ മതിയാവും. അത് ചോദിക്കുമ്പോൾ ഓടുന്ന ബസ്സല്ലേ, അതിനകത്തോട് നടക്കണ്ടായല്ലോ എന്നൊന്നും പറഞ്ഞാൽ പറ്റില്ല. നിങ്ങളത് ഇത്രയും കാര്യം വളരെ ലളിതമായ ചോദ്യമല്ലേ ഇത്? ഈ ലളിതമായ ചോദ്യത്തിന് ലളിതമായ ഉത്തരം സോണിയാഗാന്ധിയുടെ ഓഫീസ് ഒരു കൺഫർമേഷൻ തരുന്നു, ഇന്നതാണ് സംഭവിച്ചത് എന്ന് പറയുന്നിടത്ത് ആ പ്രശ്നം തീർന്നു. ഈ കേരളത്തിലെ കോൺഗ്രസ്സുകാർ ഇങ്ങനെ വിശദീകരിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഒരാൾ പറയുന്നു സോണിയാഗാന്ധിക്ക് സുഖമില്ലാത്തത് കൊണ്ട് കയ്യേൽ കെട്ടാൻ പോയതാണ്. സോണിയാഗാന്ധിയുടെ അസുഖ വിവരമൊക്കെ ഈ ലോകം അറിഞ്ഞത് എപ്പോഴാണെന്നേ ചുമ്മാ വന്നിരുന്ന് കള്ളം പറയുകയാണ്. നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയിക്കഴിഞ്ഞാൽ പിന്നാണ് സത്യത്തിൽ ലോകത്തിൽ വലിയൊരു സോണിയാഗാന്ധിക്ക് ഒരു വലിയ പ്രശ്നമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ഈ പറയുന്ന UPA ഭരിച്ചുകൊണ്ടിരുന്ന കാലത്തൊന്നും വലിയ അവർ അസുഖം കാണുമായിരിക്കാം. അസുഖ വിവരത്തെ കുറിച്ച് ഒരു ധാരണയില്ല. അസുഖത്തെ കുറിച്ച് അത്ര ധാരണ ഉള്ളവരുണ്ടെങ്കിലും കേരളത്തിലെ വക്താക്കന്മാർക്ക് അറിയാനുള്ള ഒരു സാധ്യതയില്ല. കാര്യം നമ്മൾ അറിഞ്ഞിട്ടില്ല, അതുകൊണ്ട് തന്നെ വക്താക്കന്മാർ അറിയാനുള്ള ഒരു സാധ്യതയില്ല. BRM ഷബീറാണ് കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു. ഇന്ന് അതുപോലെ തന്നെ വസന്ത് പറയുന്നത് കേട്ടു, അത് കൈ കെട്ടിക്കൊടുക്കാൻ പോയത് ഇന്ന ഒരു വിഷയം കൊണ്ടാണ്. ഇതൊക്കെ നമുക്ക് ആർക്കാ ഇത് അറിയുന്നേ? സുഖമില്ലായിരുന്നു 2014. ഇനി അതിന്റെ ആ റീസണാണ് രസം. 2014 ഇവർക്ക് അസുഖമുണ്ടോ? എന്റെ അറിവിലില്ല. ഏതെങ്കിലും കോൺഗ്രസ് പറഞ്ഞായിട്ട് നമ്മൾ അറിഞ്ഞിട്ടില്ല. അപ്പൊ ഇതറിയണ്ടേ? ഇതെങ്ങനെ അറിയും? ആര് പറയണം? അതാ ഞാൻ പറയാം. നോക്കൂ, അതിന് നമ്മൾ അടൂർ പ്രകാശിനോട് ചോദിച്ചിട്ട് കാര്യമില്ല. അതാ ഞാൻ പറഞ്ഞ അടൂർ പ്രകാശിനെ അവിടെ കേട്ടത്തില്ലെന്നു. അടൂർ പ്രകാശിനോട് നമുക്ക് ചോദിക്കാൻ കഴിയുന്ന കാര്യം, അടൂർ പ്രകാശ് എന്തിനാണ് ഇയാളെ ബാംഗ്ലൂർ വെച്ച് കണ്ടത്? മറ്റു കാര്യങ്ങളുമായിട്ട് എന്തെങ്കിലും രീതിയിൽ ഇടപാടുണ്ടോ? ഈ ചോദ്യങ്ങൾ SITക്ക് ചോദിക്കാം, അവർ ചോദിക്കട്ടെ. രാഷ്ട്രീയമായിട്ട് നമുക്ക് കടകംപള്ളിയോട് ചോദിക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ നമുക്ക് അടൂർ പ്രകാശുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ച് ചോദിക്കാനുള്ള ബാധ്യതയില്ലേ? നമുക്ക് അതിനുള്ള റൈറ്റ് ഇല്ലേ? കടകംപള്ളിയുടെ കാര്യം മാത്രം നിങ്ങൾ ചോദിക്കുക, കടകംപള്ളി മാത്രം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഒക്കുന്നേ? കാര്യം ഇതിനു മുമ്പ് ദേവസ്വം മന്ത്രിയായിരുന്നവരും അധികാരത്തിലിരുന്ന സോണിയാഗാന്ധി പ്രധാനമന്ത്രിക്ക് മേളിലിരുന്ന ഒരു കാലം തൊട്ടേ ഇവർക്ക് ബന്ധമുണ്ട്. അതാണല്ലോ പ്രശ്നം. അത് ഞാൻ നേരത്തെ കഴിഞ്ഞ ചർച്ചയിൽ സൂചിപ്പിച്ചു. പണ്ട് ബെല്ലാരിയിൽ ഇവർ മത്സരിച്ചതാണ്. ആ കർണാടക ഗ്രൂപ്പുമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിലായിരിക്കും പോയിരിക്കുന്നത്. ഇവരൊക്കെ കള്ളന്മാരാണെന്ന് അറിഞ്ഞുകൊണ്ട് സീരിയസ് ആണോന്നുമില്ല, പക്ഷെ ഇവരൊക്കെ കള്ളന്മാരായി. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് സോണിയാഗാന്ധിയുടെ ഓഫീസ് വിശദീകരിക്കാത്തടത്തോളം കാലം ഇത് ബസ് ഓടുക എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. അതിന് കൃത്യമായ മറുപടി കിട്ടിയില്ല എങ്കിൽ വീണ്ടും 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 ഇത് റേസ് ചെയ്തുകൊണ്ടേയിരിക്കും. അത് രാഹുൽ ഗാന്ധി അപ്സെറ്റ് ആയിട്ടോ അല്ലെങ്കിൽ VD സതീശൻ ഇറങ്ങി ഓടിയിട്ടോ ബസ്സേ കൂടെ ഓടി മുന്നിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന അടൂർ പ്രകാശിനെ പുറകിൽ കണ്ടക്ടർ പിടിക്കാൻ പോകുന്നതൊന്നും ഇവിടെ വിഷയമല്ല. ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കും.